രാഹുൽ ഗാന്ധിയെ കാണാനില്ല. ഡൽഹിയിലെല്ലാം ഫ്ലെക്സ് ബോർഡുകളൊക്കെ വരുന്നത് കണ്ടിരുന്നു. ഇന്നിപ്പോ ഈ പ്രണവ് മുഖർജിയുടെ മകളും ഇത് സംബന്ധിച്ചൊന്ന് സംസാരിച്ചിരുന്നു. ഇദ്ദേഹത്തിനെ ഇങ്ങനെ ആദ്യമായിട്ടൊന്നുമല്ല കാണാത്തത്. എന്തെങ്കിലും ഒരു റാലി ഇവിടെ ചെയ്യും. അതിനുശേഷം പിന്നീട് പുള്ളിയെ കാണത്തില്ല. ഒളിവിൽ പോകുന്നൊരു സ്വഭാവമാണ് ഇയാൾക്കുള്ളത്. ഈ സ്വഭാവം കൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയും അവസാനിക്കും. അല്ല, ഈ രാഹുൽ ഗാന്ധി ഒരു ഇറസ്പോൺസിബിൾ പൊളിറ്റിക്കൽ ലീഡറാണ്. അയാൾക്ക് കൊടുക്കാവുന്ന ഒരു സംഗതി. രാഷ്ട്രീയത്തിന് തീരെ പറ്റിയ ഒരാളല്ല. അതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഹോളിഡേ ഇല്ല, ഒഴിവ് ദിവസങ്ങളില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകൻ അഥവാ പൊതുപ്രവർത്തകൻ, മഹാത്മാഗാന്ധിയുടെ ഒരു വാക്യം എടുത്ത് പറയുകയാണെങ്കിൽ, വെള്ളത്തിലെ മീനിനെ പോലെ മൂവ് ചെയ്യേണ്ടതാണ് ജനങ്ങൾക്കിടയിൽ. അപ്പം ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുകയും ചെയ്യേണ്ട ദൗത്യമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ളത്. അപ്പം ജനങ്ങൾക്ക് ഈ ഇന്ന ദിവസങ്ങളിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്തും ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാം. ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ ജീവിതത്തിൽ, ഉണ്ട്. അപ്പം അതുകൊണ്ട് വളരെ പെട്ടെന്നായിരിക്കും ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ് രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ. അതുകൊണ്ട് പൊതുപ്രവർത്തകർക്ക് ഒഴിവ് ദിനങ്ങളില്ല, ഒഴിവ് ദിനങ്ങളേ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അമ്മ മരിച്ച ദിവസവും 2 മണിക്കൂറാണ് മോദി എടുത്തത്. 2 മണിക്കൂർ എടുത്ത് അമ്മയുടെ ശവശരീരം കൊണ്ടേ ചിതയിൽ വെച്ചു. അത് കഴിഞ്ഞ് ചിത കത്തിയിരിഞ്ഞ് അദ്ദേഹം നേരെ മീറ്റിങ്ങിലേക്കാണ് വന്നത്. കാരണം പൊതുപ്രവർത്തകർക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ രാഹുൽ ഗാന്ധി സാധാരണ പൊതുപ്രവർത്തകനല്ല. അദ്ദേഹം ഒരു സമരം നടത്തിയിട്ടോ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടോ നേതാവായി വന്ന ഒരാളല്ല. സാധാരണഗതിയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം മുതൽ പൊതുജീവിതത്തിൽ ഇടപെടുകയും ആ പൊതുപ്രവർത്തനത്തിൽ പങ്കാളിയാവുകയും അതിൻ്റെ പേരിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പങ്കെടുത്ത് സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് വരുന്നവരുണ്ട്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. അല്ലാതെ വരുന്നവരുമുണ്ട്. അല്ലാതെ വരുന്നവർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരിക്കും, പക്ഷെ അവർ രാഷ്ട്രീയ നേതാക്കളായിരിക്കില്ല. അവരുടെ ഒരു പ്രത്യേക രംഗത്ത് അവർക്കുള്ള വിദഗ്ധമായ കഴിവ് ഉപയോഗിക്കുന്നതിന് വേണ്ടി പാർട്ടി എടുക്കുന്നതാണ് ആ തീരുമാനം. ഇപ്പം നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇന്ത്യയുടെ, കാരണം അദ്ദേഹം ഫോറിൻ സെക്രട്ടറി ആയിരുന്നു, അംബാസഡർ ആയിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ വിദേശകാര്യം കൈകാര്യം ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് വന്നാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലൊന്നും ഉണ്ടായിരുന്ന ഒരാളേ അല്ല. അങ്ങനെ വേണ്ട. പക്ഷെ അല്ലാത്തവർ, ഈ രാഷ്ട്രീയ നേതാക്കൾ, ജനനേതാക്കൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും അങ്ങനെ പരിഹാരം തേടി ഇതിനകത്ത് വന്നിട്ടുള്ളവരാണ്, അല്ലാത്തവരല്ല. രാഹുൽ ഗാന്ധി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധിയെ പാർട്ടിയുടെ നേതാവാക്കി അദ്ദേഹത്തിൻ്റെ അമ്മ അവരോധിക്കുകയാണ് ചെയ്തത്. നീ ഇന്നു മുതൽ നീ ഇതിൻ്റെ പ്രസിഡന്റ് ആയിക്കോ എന്ന് പറയുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധിയെ ഇതിൻ്റെ ഭാരവാഹിയാക്കി പ്രസിഡന്റാക്കി മാറ്റുന്ന സമയത്ത് മറ്റുള്ളവരോട് ആലോചിച്ചിട്ടുമില്ല, ഒരു കൺസെൻസസ് ഉണ്ടായിട്ടില്ല. ഒരു കൺസെൻസസ് ഉണ്ടാകുകയോ ഇദ്ദേഹത്തിൻ്റെ കഴിവ് പരിശോധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരാൾ വരുന്ന സമയത്ത് അയാൾക്ക് ഈ സംഘടന കൊണ്ടുനടക്കാൻ പറ്റുമെന്നും അയാൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഉള്ള ഒരു മെറ്റലാണ് ഇത് എന്നൊരു ധാരണ ഉണ്ടെങ്കിലാണല്ലോ ചെയ്യേണ്ടത്. അതൊന്നുമില്ലാതെ ഇയാളെ പിടിച്ചിട്ടാക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ താൻ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനോ ഒരു സാധാരണ ഇന്ത്യൻ പൗരനോ അല്ല, തനിക്ക് ഒരുപാട് അധികാരങ്ങളും അവകാശങ്ങളും ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, താൻ നിയമങ്ങൾക്കൊക്കെ അതീതനാണ് എന്ന ഒരു ധാരണയും അദ്ദേഹത്തിന് വന്നുവിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതികളിലെല്ലാം കയറിയിട്ട് ഇപ്പം മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ വായി തോന്നിയത് വിളിച്ചു പറയും. അത് കഴിയുമ്പോഴേക്കും നേരെ പോയിട്ടെന്ന് പറഞ്ഞാൽ മാപ്പ് പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവോ പരിചയമോ ഇല്ല.
പിന്നെ വേണ്ടത്ര വിദ്യാഭ്യാസവുമില്ല. ഇദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്ന വിദ്യാഭ്യാസം കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഡിഗ്രിയാണ്, അല്ലാതെ അദ്ദേഹം പഠിച്ചു വാങ്ങിയ ഡിഗ്രിയല്ല. ഈ വിദേശങ്ങളിലെ സർവകലാശാലകളിൽ 2 സ്ട്രീമുണ്ട്. ഒന്ന്, നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മുടെ കഴിവ് തെളിയിച്ച് നമുക്ക് ബിരുദം കിട്ടുന്ന ഒരു സ്ട്രീമുണ്ട്. ആ സ്ട്രീമിലൂടെ പാസ്സായി വന്ന ഒരാളായിരുന്നു അംബേദ്കർ. പക്ഷേ പണം കൊടുത്ത് നേടിയ സീറ്റിൽ പഠിച്ചു വന്ന ആളുടെ പേരാണ് ജവഹർലാൽ നെഹ്റു. ഇന്ദിരാഗാന്ധിക്കും അത് തന്നെയായിരുന്നു, രാജീവ് ഗാന്ധി, എല്ലാവരും അങ്ങനെ തന്നെ. ഇവര് പണം കൊടുത്തിട്ട് കിട്ടുന്ന ഒരു ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. ഈ പണം കൊടുത്ത സ്ട്രീമിൽ പഠിക്കാൻ വരുന്നവർ അവർ ശ്രദ്ധിക്കാറില്ല. അവർ വരുന്നു, അവരെന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നു, അതിന് കൊടുക്കുന്നു, ഒരു ഡിഗ്രിയും കൊടുത്ത് അവരവിടെ നിന്ന് വിടുന്നു. അതിന് വലിയ തുകയും ഈടാക്കിയിട്ടാണ് അത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരാരും ഇതിനെ ഒരു ഘട്ടത്തിലും പരിഗണിക്കില്ല. ഒരു അക്കാദമിക് ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലാത്തൊരു കാര്യത്തിന് പോകുമ്പോൾ ഈ ബിരുദം പരിഗണിക്കില്ല. അപ്പോൾ ഇവർക്ക് പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് അല്ല ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നിട്ട് അതിനൊരു മറുപടി പറയാൻ കഴിയില്ല. 5 മിനിറ്റ് പോലും ഒരു പ്രസംഗം കേട്ടിരിക്കാനുള്ള കെൽപ്പില്ലാത്ത ആളാണ്. വളരെ പെട്ടെന്ന് അദ്ദേഹം ഒന്നുകിൽ ഉറങ്ങിക്കളയും, അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകും. പാർലമെന്റിൽ ഗഹനമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഇദ്ദേഹം ഇരുന്ന് ഉറങ്ങാറാണ്. എത്രയോ സന്ദർഭത്തിൽ കണ്ടിട്ടുണ്ട് നമ്മളത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹം. അല്ല, ഇദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകുന്നു, അതിനുശേഷം സ്വന്തം മുന്നണിയെ നയിക്കാതെ അല്ലെങ്കിൽ അത് ശക്തിപ്പെടുത്താതെ രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും ചെയ്തത് കക്ഷികളെ കൂടെ ചേർത്തതിന് ശേഷം ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര, അത് അത്യാവശ്യം നല്ല വിജയകരമായിരുന്നു. അതിനുശേഷം വന്ന ഇലക്ഷനിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. അല്ല, ഈ ഭാരത് ജോഡോ യാത്ര ഇലക്ഷനിൽ പ്രതിഫലിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഈ മുൻകാലങ്ങളുടെ സീറ്റ് വെച്ച് അല്ല, മുൻകാലങ്ങളിലെ സീറ്റ് വോട്ട് ഷെയർ കൂടി നോക്കണ്ടേ? സീറ്റ് മാത്രം നോക്കിയാൽ മതിയാ? അക്കാലത്ത് വേറെ ചില സന്ദർഭങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടായി, അതിൻ്റെ ഫലമായിട്ടാണ് അത് കിട്ടിയത്. അല്ലാതെ ഒരു വലിയ മാറ്റമല്ല. 44 സീറ്റിൽ നിന്ന് 99 സീറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നൊരു സാധനം. ആ 44-ൽ നിന്ന് 99-ലേക്ക് എത്തി എന്ന് പറയുന്ന ആ 99 ബാക്കിയുള്ള സീറ്റ് എവിടെ നിന്ന് കിട്ടിയെന്നും കൂടി നോക്കണം. ഏതൊക്കെ സ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി. അത് ഭാരത് ജോഡോ യാത്രക്ക് ഫലമുണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ വാദം എന്നുണ്ടെങ്കിൽ, ആ യാത്ര കടന്നു വന്ന എല്ലാ സ്ഥലത്തും അത് മാറ്റം ഉണ്ടാക്കേണ്ടതല്ലേ? അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിൽ നിന്ന് കിട്ടി, കേരളത്തിൽ നിന്ന് അല്ലെങ്കിലും കിട്ടും. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് DMKയുടെ ഘടകകക്ഷിയായിട്ട് നിന്ന് കിട്ടിയതാണ്, അല്ലാതെ കിട്ടിയതല്ല. മറ്റു പല സ്ഥലങ്ങളിൽ ഇപ്പോൾ UP നിന്ന് കിട്ടി, UP നിന്ന് മറ്റേ SP-യുടെ ഘടകകക്ഷിയായിട്ട് നിന്ന് കിട്ടിയതാണ്. ഒരു ചെറിയ ഘടകകക്ഷിയായിട്ട് നിന്ന് സീറ്റ് നേടുകയാണ്. അങ്ങനെ നേടുന്ന സീറ്റ് ആ പാർട്ടിയുടെ വളർച്ചയുടെ സീറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് RSP, CMP എന്നൊക്കെ പറഞ്ഞ പാർട്ടിക്ക് ഇപ്രാവശ്യം ഇവിടെ MLA-മാരുണ്ടായി. അതുകൊണ്ട് CMP വളർന്നു എന്ന് ആരെങ്കിലും പറയുക? ഇല്ലല്ലോ. CMPയുടെ നേതാവ് CP ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു, അദ്ദേഹം മന്ത്രിയുമായി. ഒരാളെ ജയിച്ചുള്ളൂ, അദ്ദേഹം മന്ത്രിയുമായി. അതുകൊണ്ട് CMP വളർന്നു എന്ന് പറയുക? ആരും പറയില്ല. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള ഘടകകക്ഷികളുമായിട്ടൊരു ബന്ധം പെട്ടു പോയിരുന്നു എന്നല്ലാതെ അദ്ദേഹം പാർട്ടി വളർത്തി എടുത്തതിൻ്റെ ഫലമായിട്ടല്ല. അങ്ങനെ പാർട്ടി വളർത്തിയെടുത്തതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സ്റ്റേറ്റുകളൊക്കെ നഷ്ടപ്പെടുകയല്ലേ ചെയ്തു? കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടല്ലേ? കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടല്ല, പാർട്ടി വളരുന്നില്ല. ഇദ്ദേഹം പാർട്ടിയെ വളർത്താൻ ശ്രമിക്കുന്നില്ല. പാർട്ടി വളരണ്ടേ? രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തി കൊണ്ട് പാർട്ടി എവിടെയെങ്കിലും വളർന്നു? ഇല്ലല്ലോ. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ടാണോ പാർട്ടി വളർന്നത്, പാർട്ടി വോട്ട് കിട്ടുന്നത്? അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തമിഴ്നാട്ടിൽ നിന്ന് സീറ്റ് കിട്ടിയത് ഇതുകൊണ്ടല്ലല്ലോ. ഏതെങ്കിലും ഒരു വലിയ കക്ഷിയുടെ കൂടെ കൂടിയിട്ട് അവിടെ നിന്ന് 1-2 സീറ്റുകൾ കിട്ടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 55 സീറ്റും കൂടി കിട്ടി എന്ന് പറഞ്ഞ് 99 സീറ്റായി എന്ന് പറയുന്നത്.
അല്ലാതെ വേറെ എങ്ങും സീറ്റ് കിട്ടിയതല്ല. ബാക്കി സ്ഥലങ്ങളിലൊക്കെ പരാജയപ്പെടുകയല്ലേ ചെയ്തത്. അപ്പൊ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കരമായ രീതിയിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം ആഘോഷിച്ച് നടത്തിയ യാത്ര. ഇതാ ഭാവി പ്രധാനമന്ത്രി തേരോട്ടം നടത്തുന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം അവിടെ ഈ പ്രവർത്തിച്ചിട്ട് നേടി എന്നുള്ളതല്ല, അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്താനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളല്ല ഇദ്ദേഹം. അതാണ് കുഴപ്പം. അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ല, അതിനുള്ള താല്പര്യവുമില്ല. അതുകൊണ്ടാണോ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതില്ലാത്തത് കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ബോറടിക്കും. പൊതുപ്രവർത്തനം അദ്ദേഹത്തിനൊരു ലഹരി നൽകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ പാഷനല്ല. അദ്ദേഹത്തില് ഒരു പൊതുപ്രവർത്തനത്തിൽ ഇടപെടുമ്പോൾ ലഭിക്കേണ്ട സ്വാഭാവികമായ ആനന്ദം അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം ആനന്ദം തേടി എവിടെയാണ് മക്കാവില അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ഇനിയും പോകും. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഘടകകക്ഷികളെ കൂടെ നിർത്തിയിട്ട് ഒരു മുന്നണി ഉണ്ടാക്കി നിർത്താനുള്ള കെൽപ്പും അദ്ദേഹത്തിനില്ല എന്ന് ഇപ്പം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. കാരണം ഇതൊന്നും ആലോചിക്കാതെയാണ് സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നത്. സാധാരണഗതിയിൽ ഒരു ദേശീയ കക്ഷിയുടെ നേതാവ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഘടകകക്ഷികളുമായിട്ട് അവിടെ മത്സരം ഉണ്ടെങ്കിലും ആ ഘടകകക്ഷികളെ മുഷിപ്പിക്കാത്ത രീതിയിൽ പ്രസംഗിച്ചിട്ട് പോവുകയുള്ളൂ. പക്ഷെ ഇത് പോകുന്ന സ്ഥലത്തെല്ലാം അവരുടെ ഘടകകക്ഷികളെ മുഷിപ്പിക്കുകയും ഉത്തരവാദിത്വ ശൂന്യമായി പെരുമാറുകയും ചെയ്ത് DMKയുടെ കക്ഷിയായിട്ട് നിന്ന് MLA ആയി ജയിച്ചു വന്നവരാ അവരോടൊരു വാക്ക് പറയാതെ അവരെ മാറ്റി. നേരെ പോയിട്ട് ഇവരുടെ രണ്ടുപേരുടെയും എതിരാളിയായിട്ട് മത്സരിച്ചിരുന്ന ജോസഫ് വിജയിന്റെ പാർട്ടിയുടെ കൂടെ ചേർന്ന് മന്ത്രിയാകാനാണ് നോക്കിയത്. അപ്പൊ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത നേതാവാണ്, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. ഇറസ്പോൺസിബിൾ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മോദി നേരിടുന്ന ഏറ്റവും വലിയ ജനാധിപത്യ വെല്ലുവിളി മോദിക്ക് ഒരു ഇറസ്പോൺസിബിൾ ഒപ്പോസിഷനാണ് ഉള്ളത്. മുൻ പ്രധാനമന്ത്രിമാർക്കൊക്കെ അങ്ങനെയല്ല. മുൻ പ്രധാനമന്ത്രിമാരുണ്ടായത് അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി തുടങ്ങിയിട്ടുള്ളവർ. അപ്പുറത്താണെങ്കിൽ തന്നെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് നേതാക്കളുണ്ടായിരുന്നു. ഇവരൊക്കെയാണ് എതിർക്കുന്നത്. അവരെല്ലാം ആ ഒരു രാഷ്ട്രീയത്തിന്റെ പക്വത പാലിച്ചിട്ടാണ് പാർലമെന്റിൽ പെരുമാറുക. ഇതങ്ങനെയല്ല. പാർലമെന്റിൽ ഏറ്റവും പക്വതയുള്ള മനുഷ്യൻ KC വേണുഗോപാലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ച് നോക്കുക. ആ രീതിയിൽ പാർട്ടിയെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല, ഒരു പാർട്ടി നേതൃത്വവും പറഞ്ഞിട്ടില്ല, അതിനുള്ള കഴിവുമില്ല, അതിനുള്ള താല്പര്യവുമില്ല. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിൽക്കില്ല, അദ്ദേഹം എവിടെയെങ്കിലും ഓടിപ്പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം, കോൺഗ്രസ്സുകാർക്ക് എന്നാൽ ഇദ്ദേഹം തന്നെ മതി എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊന്നും പറയാനില്ല അതിനകത്ത്. അദ്ദേഹം തന്നെ ഒരിക്കലും സ്വയം ഒഴിഞ്ഞായിരുന്നല്ലോ. അത് വെറുതെ പറഞ്ഞാണ്, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഒഴിയൊന്നുമില്ല. കാരണം ഇതിന്റെ സൗകര്യങ്ങൾ കിട്ടില്ലല്ലോ. ഇപ്പൊ അദ്ദേഹം പോയി കഴിഞ്ഞാൽ ലീഡർ ഓഫ് ദ ഒപ്പോസിഷനാണ്. പാർട്ടി എന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെറും രാഹുൽ ഗാന്ധി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ആരാ ശ്രദ്ധിക്കാൻ പോകുന്ന? ആര് ശ്രദ്ധിക്കാനായിട്ടാണ്? അതൊന്നുമില്ല, ഒഴിയൊന്നുമില്ല. ഇതും കൊണ്ടേ പോകുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.